അതെ, ചെറിയമ്മയ്ക്കും ഏട്ടത്തിക്കും അത്യാവശ്യം സഹായത്തിന് ഒരാളെ ആവശ്യമുണ്ട്. താൻ പോകുന്നുണ്ടോ? ഞാനെന്തിനാ പോന്ന്? അല്ല, മുമ്പൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാ ഉറക്ക വിളച്ച് ശുശ്രൂഷിക്കുന്നത് തനിക്കൊരു ശീലമാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഞാനെങ്ങും പോകുന്നില്ല. ഇതെന്തു പറ്റി? ഇതെന്താ ഒരു ഗൗരവം? എന്ത് ഗൗരവം? എന്തോ ഉണ്ട്. കാര്യം എന്താന്ന് വെച്ചാ പറ. നമ്മളെല്ലാരും കൂടിയാണല്ലോ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തേ. എന്നിട്ട് ആ പൂജാരിയുടെ കാര്യം മാത്രം എന്നോട് ഒളിച്ചു വെച്ചത് എന്തിനാ? ഓഹോ, അതാണോ കാര്യം? ആ, എടോ, ഈ ജീവിതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം മാത്രം നടന്നാ ജീവിതത്തിന് ഒരു രസം ഉണ്ടാവില്ല. ഈ അൺഎക്സ്പെക്റ്റഡ് തിങ്സ്, അത് ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. അതിനനുസരിച്ച് നമുക്ക് ജീവിക്കാനുള്ള ത്രില്ലും കൂടണം. സത്യത്തില് ഞാൻ എന്താ കരുതിയെന്നറിയോ? നിങ്ങൾ രണ്ടുപേർക്കും ഒരു ഉഗ്രൻ സർപ്രൈസ്. കാര്യങ്ങളൊക്കെ മാറി മറിയുമ്പോൾ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ആ ചേഞ്ചസ് ഉണ്ടല്ലോ, അതൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു. അത്രേ ഉള്ളൂ. ഞങ്ങളെ വിഡ്ഢികളാക്കിയപ്പോ സമാധാനം കിട്ടിയല്ലോ. അതിനിപ്പോ ആരെ വിഡ്ഢികളായത്? വേണേ വെറുതെ പണക്കം കാണിക്കില്ലേ? ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല. വലിയ തമാശയായിപ്പോയല്ലോ. എന്നോട് തമാശ ഒന്നും പറയണ്ട. സീരിയസ് ആയിട്ടാണോ പറയുന്നത്? എടോ, ആ കാര്യം പറയാതിരുന്ന ഇത്ര വലിയ പ്രശ്നമാണോ? അതെ, കല്യാണത്തിന് മുമ്പ് എന്നോട് എന്തൊക്കെയാ പറഞ്ഞത്? നമ്മൾ തമ്മിൽ അറിയാൻ പാടില്ലാത്ത ഒന്നും ഉണ്ടാവരുത്, എന്തെങ്കിലും പ്രശ്നം ഉള്ളിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അതപ്പ തന്നെ പറഞ്ഞു തീർക്കണം എന്നൊക്കെയല്ലേ? എന്നെ പറ്റിച്ചല്ലോ. ശരി, പറ്റിച്ചു. ഓക്കെ, ഇതിപ്പോ എങ്ങനെയൊന്ന് പരിഹരിക്കുക? എനിക്കറിഞ്ഞൂടാ. ഞാന് ഒരു ഉമ്മ തന്ന ഇതങ്ങ് തീരൂ. അതായത് ശ്രീമതി, ഞാൻ താങ്കളെ ഒന്ന് കിസ് ചെയ്താ ഈ പ്രശ്നം അങ്ങ് തീരുമെന്നാ ചോദിച്ചത്. ഒന്ന് പോയോ ഇവിടുന്ന്? അല്ല, ഞാനേ ഇതങ്ങ് തീർത്തിട്ടേ പോകുന്നുള്ളൂ. വേണ്ട, പറഞ്ഞ. അല്ല, എനിക്കിത് തീർക്കണം. അവിടെ